കഴിഞ്ഞ ദിവസം നമ്മൾ 43 വരെയുള്ള ശ്ലോകങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അർജുനൻ ഭഗവാന്റെ വിശ്വരൂപം കണ്ടു. അവസാനം ഭഗവാന്റെ കാലസ്വരൂപമായിട്ടുള്ള ആ രൂപത്തിനെയും കണ്ട സമയത്ത് അങ്ങ് ആരാണ്, അങ്ങയുടെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചു. അതിനുശേഷം ഭഗവാൻ താൻ കാലസ്വരൂപമാണെന്നും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള സൈനികരെ എല്ലാവരെയും ഇല്ലാതാക്കുകയാണ് തന്റെ ഉദ്ദേശം എന്നും ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ഭഗവാനെ അർജുനൻ സ്തുതിക്കുകയാണ്. ആരാധനാപൂർവം സ്തുതിക്കുന്നതാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. ആ സ്തുതിച്ചതിന് ശേഷം അർജുനൻ താൻ സുഹൃത്താണ് എന്ന് കരുതി ഭഗവാനെ ചിലപ്പോൾ വേണ്ടത്ര ആദരം നൽകാതെ അവഗണിച്ചിട്ടുണ്ടാകാം. ആ അവഗണനകൾക്കൊക്കെ മാപ്പ് നൽകണം എന്ന് പറഞ്ഞ് അർജുനൻ ഭഗവാനോട് മാപ്പ് ചോദിക്കുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നത്. സഖേതി മത്വാ പ്രസഭം യതുക്തം 41 ശ്ലോകത്തിൽ കാണാം. ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖേതി, അജാനത മഹിമാനം തവേദം മയാ പ്രമാദാത് പ്രണയേന വാപി യച്ഛാവഹാസാർത്ഥം അസത്കൃതോസി വിഹാരശയ്യാസന ഭോജനേഷു ഏകോ അഥവാപ്യച്യുത തത്സമക്ഷം തക്ഷാമയേ ത്വാമഹം അപ്രമേയ. വിഹാര ശയ്യാസന ഭോജനേഷു, വിശ്രമിക്കുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, ഈ സമയത്തെല്ലാം വളരെ അടുത്ത ബന്ധമാണ് ഭഗവാനുമായിട്ട് അർജുനൻ ഉണ്ടായിരുന്നത്. ആ സമയത്ത് എല്ലാറ്റിന്റെയും ഈ സർവപ്രപഞ്ചത്തിന്റെയും ഉറവിടമായിട്ടുള്ള ഭഗവാനാണ് എന്നുള്ള കാര്യം അർജുനൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേണ്ടത്ര ആദരവ് ഭഗവാന് നൽകിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ ക്ഷമ നൽകണമെന്നാണ് അർജുനൻ പറയുന്നത്. അത്രയും നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾക്ക് 44 ശ്ലോകം മുതൽ വായിക്കാം. യെസ്, 44, 45 ശ്ലോകങ്ങൾ വായിക്കാം. തസ്മാത് പ്രണമ്യ പ്രണിധായ കായം പ്രസാദയേ ത്വാമഹമീശമീഢ്യം പിതേവപുത്രസ്യ സഖേവ സഖ്യു പ്രിയായാർഹസി ദേവസോഢും അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രവ്യതിധം മനോ മേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. 2 ശ്ലോകം വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. 44, 45. ഹരേ കൃഷ്ണ പ്രഭുജി. ശിവരാം പ്രഭുജി വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാൽ പ്രണമ്യ പ്രണിധായ കായം പ്രസാദയേ ത്വമഹം ഈശമീഢ്യം വിദേവപുത്രസ്യ സഖേവ സഖ്യോ പ്രിയായാർഹസിൻ ദേവസോഢും. സകല ജീവജാലങ്ങൾക്കും ആരാധ്യനായ ഭഗവാനെ, അങ്ങയെ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. പ്രസാദിക്കണമേ. മകന്റെ ധിക്കാരത്തെ അച്ഛനെന്ന പോലെ, സുഹൃത്ത് തന്റെ സുഹൃത്തിന്റെ അവിവേകത്തെ എന്ന പോലെ, ഭർത്താവ് ഭാര്യയുടെ മാറ്റത്തെ എന്ന പോലെ ഞാൻ അങ്ങയോട് ചെയ്തിരിക്കാവുന്ന പിഴകൾ അങ്ങേ ക്ഷമിക്കണമേ. ഭാവാർത്ഥം: കൃഷ്ണനും ഭക്തന്മാരുമായുള്ള ബന്ധം പല വിധത്തിലാണ്. ചിലർ കൃഷ്ണനെ സ്വന്തം മകനെ പോലെയും മറ്റു ചിലർ ഭർത്താവിനെയോ സുഹൃത്തിനെയോ യജമാനെയോ പോലെയും കരുതി സ്നേഹിക്കുന്നു. കൃഷ്ണനും അർജുനനും സുഹൃത്തുക്കളാണ്. ഒരച്ഛനോ ആത്മമിത്രമോ ഭർത്താവോ ക്ഷമിക്കുന്നത് പോലെ ഭഗവാനും ഭക്തന്റെ തെറ്റിനെ പൊറുക്കും. ശ്ലോകം 45. അദൃഷ്ടപൂർവം ഋഷിതോസ്മിൻ ദൃഷ്ട്വാ ഭയേന ചാംബവിദ്ധിതം മനോ മേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ.
മുമ്പ് കാണാത്ത ഈ വിശ്വരൂപം കണ്ടിട്ട് ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. അതേ സമയത്തു തന്നെ എൻ്റെ മനസ്സ് ഭയാകുലവുമാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിന് ആശ്രയമായ ദേവദേവ, വീണ്ടും മുമ്പ് ഉണ്ടായിരുന്ന രൂപം തന്നെ സ്വീകരിക്കുവാൻ കനിവുണ്ടാകണമേ. ഭാവാർത്ഥം: കൃഷ്ണന്റെ ഉറ്റമിത്രമെന്ന നിലയിൽ അർജുനന് അദ്ദേഹത്തിൽ ദൃഢവിശ്വാസമുണ്ട്. ഒരു സുഹൃത്തിന്റെ ഐശ്വര്യത്തിൽ സന്തോഷിക്കാത്തവരില്ല. തന്റെ സുഹൃത്തായ കൃഷ്ണൻ ദിവ്യോത്തമ പുരുഷനാണെന്നും ആശ്ചര്യകരമായ വിശ്വരൂപത്തെ കാണിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ടെന്നും മനസ്സിലാക്കി അർജുനൻ വളരെ സന്തുഷ്ടനായി. പിന്നീട് കലർപ്പില്ലാത്ത മൈത്രി ബന്ധത്താൽ തന്നെ എത്രയെത്ര തെറ്റുകൾ താൻ കൃഷ്ണനോട് ചെയ്തു പോയിരിക്കാമെന്നോ ഓർത്ത് അദ്ദേഹം ഭയാക്രാന്തനാകുന്നു. ഭയക്കേണ്ടുന്ന കാര്യമല്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ മനസ്സ് ആകുലമായി തീർന്നു. അതുകൊണ്ടാണ് നാരായണ രൂപം കൈക്കൊള്ളുവാൻ കൃഷ്ണനോട് അപേക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് ഏത് രൂപമെടുക്കാമല്ലോ. ഭൗതിക ലോകം ക്ഷണികമാണ്, അതുപോലെ ക്ഷണികമാണ് ഭൗതികമായ വിശ്വരൂപവും. എന്നാൽ വൈകുണ്ഠ ലോകത്തിൽ കൃഷ്ണന് ചതുർഭുജങ്ങളോട് കൂടിയ നാരായണ കൃതിയാണുള്ളത്. അതീന്ദ്രിയമാണ് ആ രൂപം. ആത്മീയാന്തരീക്ഷത്തിൽ കണക്കറ്റ ഗ്രഹങ്ങളുണ്ട്. ഓരോന്നിലും വ്യത്യസ്ത നാമങ്ങളോടുകൂടി കൃഷ്ണന്റെ സമഗ്രമായ ആവിർഭാവങ്ങളുമുണ്ട്. ഓരോ ഗ്രഹത്തിലും നാരായണാകൃതി 4 ബാഹുക്കളോട് കൂടിയതത്രേ. പക്ഷെ ഓരോ കരങ്ങളിലുമുള്ള ശംഖുചക്രഗദാപത്മങ്ങൾക്ക് സ്ഥാനവ്യത്യാസങ്ങൾ കാണപ്പെടും. ഇവയെ ഓരോന്നിനെയും വഹിക്കുന്നതേതോത് കൈ എന്നതു അനുസരിച്ച് അതാത് നാരായണാകൃതിക്ക് വെവ്വേറെ നാമധേയം നൽകി വരുന്നു. ഈ എല്ലാ രൂപങ്ങളും കൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാന്റെ ചതുർഭുജ നാരായണ രൂപം കാണണമെന്ന് അർജുനൻ ആഗ്രഹിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ശിവരാമൻ പ്രഭുജി. അപ്പോൾ ഇവിടെ അർജുനൻ ഭഗവാന്റെ വിശ്വരൂപത്തിനെ പൂർണ്ണമായിട്ടും സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. തസ്മാത് പ്രണമ്യ പ്രണിധായ കായം, പ്രണിധായ നിലത്ത് വീണ് നമസ്കരിച്ചിട്ട് എന്നാണ് പറയുന്നത്. പൂർണ്ണമായിട്ടും തന്റെ ശരീരം കൊണ്ട് വീണ് നമസ്കരിച്ചു. ഭഗവാന്റെ വിശ്വരൂപത്തിന്റെ മുന്നിൽ അർജുനൻ പൂർണ്ണമായിട്ടും നമസ്കരിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം താൻ എന്തെങ്കിലും അറിയാതെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിതേവ പുത്രസ്യ സഖേവ സഖ്യു പ്രിയ പ്രിയായാർഹസി ദേവസോട്. ഭഗവാൻ എല്ലാവരുമായിട്ട് ഓരോരോ ബന്ധങ്ങളുണ്ട്. ജീവാത്മാവിന് അറിയുന്നുണ്ടെങ്കിലും അറിയുന്നില്ലെങ്കിലും എല്ലാ ജീവാത്മാവുമായിട്ട് ഭഗവാൻ ഒരു പ്രത്യേക ബന്ധമുണ്ട് എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതനം. എല്ലാ ജീവാത്മാക്കളും എൻ്റെ അംശമാണ്, എനിക്ക് അവരുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഭഗവാൻ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഭഗവാന് ഏതെങ്കിലും ഒരു തരത്തിൽ ഓരോ ജീവാത്മാവിനോടും ബന്ധമുള്ളത് കൊണ്ട് അർജുനനും അറിയാം തനിക്കും ഭഗവാനുമായിട്ടൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ പേരിൽ അങ്ങ് എന്നോട് ക്ഷമിക്കണമേ എന്നാണ് അർജുനൻ ഇവിടെ പറയുന്നത്. ഏതുപോലെ പിതേവ പുത്രസ്യ സഖേവ സഖ്യു. പുത്രന്മാർ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ, കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ മുതിർന്ന വ്യക്തികൾ, മാതാപിതാക്കൾ അത് ക്ഷമിക്കും. അവരറിയാതെ ചെയ്തതാണെന്ന് മനസ്സിലാക്കി അവരത് ക്ഷമിക്കും. അതേപോലെ സഖേവ സഖ്യു, സുഹൃത്തുക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതും സുഹൃത്തുക്കൾ ക്ഷമിക്കും. അല്ലെ, തന്റെ സുഹൃത്താണ്, അതുകൊണ്ട് സാരമില്ല എന്ന് വിചാരിച്ച് സ്വന്തം സുഹൃത്തിന്റെ തെറ്റുകൾ മറ്റുള്ള സുഹൃത്തുക്കൾ ക്ഷമിക്കും. അതുമല്ലെങ്കിൽ പ്രിയായാർഹസി ദേവസോട്, ഭാര്യ ചെയ്യുന്ന തെറ്റ് ഭർത്താവ് ക്ഷമിക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒരു വിധത്തിൽ തന്റെ തെറ്റുകൾ ക്ഷമിക്കണമെന്ന് അർജുനൻ ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഭാവാർത്ഥത്തിൽ ശ്രീലപ്രഭാതർ പറയുന്നുണ്ട്, ഭഗവാനുമായിട്ട് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകാം. അത് ശാശ്വതമായിട്ടുള്ള ബന്ധമാണ്. അതിനെയാണ് സ്വരൂപം എന്ന് പറയുന്നത്, മൂലസ്വരൂപം. മുക്തി നേടുന്ന സമയത്ത് മാത്രമേ നമ്മൾക്ക് നമ്മുടെ മൂലസ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. എനിക്ക് ഭഗവാനുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്, ഞാൻ ഏത് വിധത്തിലാണ് ഭഗവാനെ സേവിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുന്നത് ആ മൂലസ്വരൂപം നമുക്ക്
വ്യക്തമാകുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾക്ക് അത് വ്യക്തമല്ല, കാരണം നമ്മൾ മുക്തരല്ല. നമ്മൾ ഭഗവാനെ സേവിച്ചിരുന്നോ? എന്ത് സേവനമാണ് ചെയ്തിരുന്നത്? നമ്മൾക്ക് ഭഗവാനുമായിട്ട് എന്ത് ബന്ധമാണ് ഉണ്ടായിരുന്നത്? ഇതെല്ലാം മറന്നിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അതിനെയാണ് മായ എന്ന് പറയുന്നത്. മായാഹി അന്ധകാർ, അല്ലെങ്കിൽ അജ്ഞാനം. ഭഗവാനുമായിട്ടുള്ള ബന്ധം മറന്നുപോയ അവസ്ഥ. ആ മായയിൽ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾക്ക് ഭഗവാനുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ ഭഗവാനെ തന്നെ ഓർമ്മയില്ലാത്ത അവസ്ഥ വരും. അതിനെയാണ് രണ്ടാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ബുദ്ധിനാശം എന്ന് പറഞ്ഞത്. ബുദ്ധിനാശാത് നശ്യതി, മൃതിഭ്രംശാത് ബുദ്ധിനാശ. മൃതി, നമ്മൾക്ക് ഭഗവാനുമായിട്ടുള്ള ഓർമ്മ പൂർണ്ണമായിട്ടും നശിക്കും. അപ്പോൾ ബുദ്ധിനാശം ഉണ്ടാകും. എന്താണ് ഭഗവാന് സേവനം ചെയ്യേണ്ടത്? ബുദ്ധിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് സേവനം ചെയ്യുന്ന യോഗമാണ്. ആ ഭഗവാന് സേവനം ചെയ്തിരുന്ന കാര്യം മറന്നുപോകും. ബുദ്ധിനാശാത് പ്രണശ്യതി. ഈ ഭൗതിക ലോകത്തിൽ ഞാൻ എന്തോ ആണ് എന്ന് വിചാരിച്ച് അങ്ങനെ ജീവിക്കും. പുതിയ പുതിയ ബന്ധങ്ങൾ ഈ ഭൗതിക ലോകത്തിൽ ഉണ്ടാക്കും. അതിലൂടെ തനിക്ക് സന്തോഷം നേടാൻ സാധിക്കുമെന്ന് അവർ വിചാരിക്കും. ഈ ഭൗതിക ലോകത്തിൽ നിന്ന് എന്തെങ്കിലും വസ്തുക്കൾ നേടിക്കഴിഞ്ഞാൽ സന്തോഷമാകും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ബന്ധം പുലർത്തിയാൽ, ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് സന്തോഷമുണ്ടാകും. മനുഷ്യരുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിയെ വളർത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് സന്തോഷമുണ്ടാകും. അല്ലെങ്കിൽ ഒരുപാട് സ്വത്ത് നേടിക്കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ടാകും. അതുമല്ലെങ്കിൽ ഇത്രയും സമ്പത്ത് നേടിക്കഴിഞ്ഞാൽ, എൻ്റെ ബാങ്ക് ബാലൻസ് ഇത്രയും ആയി കഴിഞ്ഞാൽ, എനിക്ക് പുതിയൊരു വാഹനം കിട്ടിക്കഴിഞ്ഞാൽ, എൻ്റെ വീട് നന്നായി കഴിഞ്ഞാൽ, എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞാൽ, എൻ്റെ മകന് ജോലി കിട്ടിയാൽ, എൻ്റെ ആരോഗ്യം ശരിയായി കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ടാവും എന്നൊക്കെ വിചാരിച്ച് ഭഗവാനുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ട് മറന്ന് ജീവിക്കുന്ന ഒരവസ്ഥയിലെത്തി. അതിനെയാണ് ബുദ്ധിനാശം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ആ ബുദ്ധിനാശ അവസ്ഥയിൽ നമുക്ക് ഭഗവാനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ അർജുനൻ അങ്ങനെയുള്ള ബുദ്ധിനശിച്ച വ്യക്തിയായിരുന്നില്ല. അർജുനൻ നമുക്ക് വേണ്ടി അജ്ഞനായി ഉണ്ടെങ്കിലും അർജുനൻ യഥാർത്ഥത്തിൽ ഭക്തൻ തന്നെയാണ്. ഒരുപാട് ജന്മങ്ങളിൽ ഭഗവാനുമായിട്ട് ഭഗവാന്റെ ലീലകളിൽ കൂടെ അവതരിക്കുന്ന, കൂടെ ജനിക്കുന്ന ഭഗവാന്റെ നിത്യ പാർഷദനാണ് അർജുനൻ. അത് ഭഗവത്ഗീതയിൽ ഭഗവാൻ സ്ഥിരീകരിക്കുന്ന കാര്യമാണ്. 4-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ബഹൂനിമേ വിദീതാനി ജന്മാനി തവചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരന്തപ. ഒരുപാട് ജന്മങ്ങളായിട്ട് നമ്മൾ ഒരുമിച്ച് പല ലീലകളും ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്, നിനക്കത് ഓർക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അർജുനൻ വ്യത്യസ്ത ജന്മങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും ഭഗവാനുമായിട്ടുള്ള ബന്ധം മറന്നു പോകുന്നില്ല. കാരണം അദ്ദേഹം ഭക്തനായിട്ടും ഭഗവാൻ അർജുനനെ അംഗീകരിക്കുന്നു. ഭക്തോസിമേ സഖാചേതി രഹസ്യം ഹേതദുത്തമം. ഈ രഹസ്യമായിട്ടുള്ള ഉത്തമമായിട്ടുള്ള ജ്ഞാനം നിനക്ക് പകർന്നു നൽകുന്നത് നീ എൻ്റെ ഭക്തനായതുകൊണ്ടാണ് എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അർജുനൻ ഒരിക്കലും തന്റെ മൂലസ്വരൂപത്തിനെ മറക്കുന്നില്ല. പക്ഷെ സാധാരണ ജീവാത്മാക്കൾ ഈ ഭൗതിക ലോകത്തിൽ വരുന്ന സമയത്ത് ഭഗവാനുമായിട്ടുള്ള ബന്ധം മറന്നിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഭഗവാനുമായിട്ട് മറന്ന് ഇവിടെ സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള ഒരു മായാമോഹത്തിലാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത് എന്ന് പറയും. യെസ്. അപ്പോൾ ആ അർജുനൻ ഭഗവാനുമായിട്ടുള്ള ബന്ധം, സുഹൃത്ത് ബന്ധം, ആ സുഹൃത്ത് ബന്ധത്തിന്റെ പേരിൽ അങ്ങ് ഞാൻ അറിയാതെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. എന്തെങ്കിലും പിഴകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം അർജുനൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, എനിക്ക് വിശ്വരൂപം കണ്ട് ഏകദേശം മതിയായി, എനിക്ക് സന്തോഷമായി. ഭഗവാന്റെ ശരീരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികൾ, ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ശരീരത്തിൽ അർജുനൻ കണ്ടിട്ടുണ്ടായിരുന്നു. 14 ലോകങ്ങളും എല്ലാ ദേവന്മാരെയും എല്ലാ ജീവജാലങ്ങളെയും 14 ലോകങ്ങൾക്കടിയിലുള്ള ഗർഭോദകശായി വിഷ്ണുവിനെയും ആ ഗർഭോദകശായി വിഷ്ണു ശയിക്കുന്ന അനന്തശേഷനെയും അതിന്റെ മുകളിലേക്കുള്ള വ്യത്യസ്ത ലോകങ്ങളെയും അവസാനം ഏറ്റവും ഉപരി ലോകമായിട്ടുള്ള ബ്രഹ്മലോകത്തിരിക്കുന്ന ബ്രഹ്മാവിനെ എല്ലാം ഭഗവാന്റെ രൂപത്തിൽ, ഭഗവാന്റെ ശരീരത്തിൽ അർജുനന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും മഹത്തായിട്ടുള്ള ഒരു രൂപം തന്റെ സുഹൃത്തായിട്ടുള്ള ഭഗവാനിൽ
ശ്രീകൃഷ്ണനിൽ കണ്ടതിൽ അർജുനന് സന്തോഷമുണ്ട്. ഇത്രയും ഉന്നതനാണ് തന്റെ സുഹൃത്ത് എന്നറിഞ്ഞ കാര്യത്തിൽ അർജുനന് സന്തോഷമുണ്ട്. അതിൽ സന്തോഷമാണ്. പക്ഷെ ഈ ഒരു രൂപം തനിക്ക് അത്ര തൃപ്തി നൽകുന്നതല്ല. ഈ ഒരു രൂപം തനിക്ക് ഭയമാണ് ഉണ്ടാക്കുന്നത്. എന്റെ സുഹൃത്ത് ഇങ്ങനെ വലിയൊരു രൂപമായിട്ട് നിൽക്കുന്നതിൽ തനിക്ക് അത്ര താല്പര്യമില്ല. എനിക്ക് ഭയമാണ് ഉണ്ടാകുന്നത്. എന്റെ മനസ്സിന് അസ്വസ്ഥതയാണ് ഈ രൂപം ഉണ്ടാക്കുന്നത് എന്ന് അർജുനൻ പറയും. ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഭക്തന്മാർക്ക് ഭഗവാന്റെ വിശ്വരൂപത്തിനോട് വലിയ താല്പര്യമില്ല. ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള രൂപത്തോടാണ്, ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള അതീന്ദ്രിയമായിട്ടുള്ള ത്രിഭുജ രൂപത്തിനോടോ അല്ലെങ്കിൽ ചതുർഭുജ രൂപത്തിനോടോ ആണ് ഭക്തന്മാർക്ക് താല്പര്യമുള്ളത്. വിശ്വരൂപം ഭഗവാന്റെ രൂപത്തിൽ വിശ്വാസമില്ലാത്ത ജ്ഞാനി തലത്തിലുള്ളവർക്കാണ് വിശ്വരൂപത്തിൽ താല്പര്യമുള്ളത്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവരാണ് ഭഗവാൻ എന്നൊക്കെ അവർ പറയും. ആ ഒരു പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിലാണ് അവർക്ക് താല്പര്യമുള്ളത്. പക്ഷേ ഭക്തനായിട്ടുള്ള അർജുനന് ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള സൗന്ദര്യമുള്ള സുന്ദരമായിട്ടുള്ള രൂപത്തിലാണ് താല്പര്യം. അതുകൊണ്ട് അങ്ങ് വീണ്ടും ആ ദേവരൂപം കാണിച്ചു തരണം എന്നാണ് ഇവിടെ അർജുനൻ ആവശ്യപ്പെടുന്നത്. ഭയേനജ പ്രവ്യതിതം മനോമി, എന്റെ മനസ്സ് ഭയത്താൽ വ്യഥിതമാണ്, അസ്വസ്ഥമാണ്. അതുകൊണ്ട് എന്ത് വേണം? തദേവമേ ദർശയ ദേവരൂപം, അങ്ങയുടെ ആ ദേവരൂപം, സുന്ദരമായിട്ടുള്ള രൂപം അത് കാണിച്ചു തരണമെന്നാണ് പറയുന്നത്. പ്രസീത ദേവേശ ജഗന്നിവാസ്, അങ്ങ് ദയവായി പ്രസാദിച്ച് വീണ്ടും ആ സ്വന്തം രൂപത്തിലേക്ക് വരണം എന്ന് അർജുനൻ പറയും. അതിന്റെ മുന്നേ, ആ ഒരു രൂപത്തിലേക്ക് എത്തുന്നതിന്റെ മുന്നേ തന്റെ മനസ്സിനെ സ്ഥിതമാക്കുന്നതിന് വേണ്ടി യോഗിമാർ ധ്യാനിച്ച് മനസ്സിനെ സ്ഥിതമാക്കുന്നത്, സമാധി അവസ്ഥയിൽ എത്തിക്കുന്നത്, മനസ്സിന്റെ എല്ലാ ഉത്കണ്ഠകളെയും ഇല്ലാതാക്കുന്നത് ഭഗവാന്റെ ചതുർഭുജ നാരായണ രൂപത്തിനെ ധ്യാനിച്ചുകൊണ്ടാണ്. അപ്പോൾ തന്റെ മനസ്സിനെ, അസ്വസ്ഥമായിട്ടുള്ള മനസ്സിനെ വീണ്ടും സ്ഥിതമാക്കുന്നതിന് വേണ്ടി ആ നാരായണ രൂപം, ശംഖചക്ര ഗഥാപത്മങ്ങളെ എന്തിയിട്ടുള്ള ആ നാരായണ രൂപം കാണിച്ചു തരണമെന്ന് അടുത്ത ശ്ലോകത്തിൽ അർജുനൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതര് ആ ചതുർഭുജ നാരായണ രൂപത്തിന്റെ സവിശേഷതയും വിശ്വരൂപത്തിന്റെ പ്രത്യേകതയെ കുറിച്ചും പറയുന്നുണ്ട്. വിശ്വരൂപവും നാരായണ രൂപവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ശീലപ്രഭാതര് പറയുന്നു. എന്താണ് വ്യത്യാസം? ചതുർഭുജ നാരായണ രൂപം എല്ലാ കാലവും നിലനിൽക്കുന്നതാണ്. അത് ശാശ്വതമായിട്ടുള്ള രൂപമാണ്, ഒരിക്കലും നശിക്കാത്ത അതീന്ദ്രിയമായിട്ടുള്ള ആത്മീയ ലോകത്തിലുള്ള രൂപമാണ് നാരായണ രൂപം. വിശ്വരൂപമാണെങ്കിൽ ഈ ഭൗതിക പ്രപഞ്ചത്തിനകത്തുള്ള എല്ലാ പ്രപഞ്ചങ്ങളെയും ഉൾക്കൊള്ളുന്ന രൂപമാണ് വിശ്വരൂപം. അത് പ്രപഞ്ചം നശിക്കുന്നതിനനുസരിച്ച് ആ വിശ്വരൂപം ഇല്ലാതായി വീണ്ടും പുതിയ വിശ്വരൂപം ഉണ്ടാകുന്നുണ്ട്. ഈ ഭൗതിക ലോകം വീണ്ടും വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നതും വീണ്ടും വീണ്ടും നശിപ്പിക്കപ്പെടുന്നതുമാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭൂത പ്രലീയത, ഭൗതിക ലോകത്തിന്റെ പ്രത്യേകത അതാണ്. വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടും, വീണ്ടും വീണ്ടും നശിപ്പിക്കപ്പെടും. അതേപോലെ തന്നെയാണ് വിശ്വരൂപം എന്ന് പറയും. അതൊരു പെർമനന്റ് ആയിട്ടുള്ള രൂപമല്ല, വ്യത്യസ്തമായിട്ടുള്ള വിശ്വരൂപങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അല്ലെ, നേരത്തെ തന്നെ കൗരവസഭയിൽ വെച്ച് ദുര്യോധനും ഒരു വിശ്വരൂപം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വിശ്വരൂപമല്ല അർജുനൻ ഇവിടെ കാണിച്ചു കൊടുത്തത് എന്ന് പറയും. അതുകൊണ്ടാണ് 45-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ടുവ. അദൃഷ്ടപൂർവം, മുന്നേ ആരും കണ്ടിട്ടില്ലാത്ത വിശ്വരൂപമാണ് അങ്ങ് എനിക്ക് കാണിച്ചു തന്നത്. അപ്പൊ ഭഗവാന്റെ വിശ്വരൂപം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതൊരു പെർമനന്റ് ആയിട്ടുള്ള രൂപമല്ല, സ്ഥിരമായിട്ടുള്ള രൂപമല്ല. ഓരോ സമയത്ത് ഓരോ വിശ്വരൂപമാണ് ഭഗവാൻ കാണിക്കുന്നത്. അർജുനന് കാണിച്ച വിശ്വരൂപം ഒരിക്കലും മറ്റാരും കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് അർജുനന്റെ ഒപ്പം ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ബാഹ്യാകാശത്തുള്ള ദേവന്മാരും ഭഗവാന്റെ വിശ്വരൂപം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇതുവരെ കാണാത്ത ഒരു വിശ്വരൂപമായിരുന്നു എന്ന് പറയും. ആ ഒരു വാക്ക് എടുത്തു പറയുന്നുണ്ട്. അദൃഷ്ടപൂർവം, മുമ്പാരും കാണാത്ത വിശ്വരൂപം കണ്ടിട്ട് എനിക്ക് സന്തോഷമായി. കാരണം ഭഗവാന്റെ എല്ലാ ഐശ്വര്യങ്ങളെയും ഒരുമിച്ച് കാണാനുള്ള അവസരം, ഭഗവാന്റെ എല്ലാ വിഭൂതികളെയും ഒരുമിച്ച് കാണാനുള്ള അവസരം അർജുനന് ലഭിച്ചു. അതുകൊണ്ട്
എനിക്ക് സന്തോഷമായി എന്ന് പറയും. പക്ഷെ ഈ വിശ്വരൂപം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സിനൊരു സ്ഥൈര്യം ലഭിക്കുന്നില്ല, സ്ഥിരത ലഭിക്കുന്നില്ല, മനസ്സ് അസ്വസ്ഥമാണ്. അതുകൊണ്ട് ആ മനസ്സിനെ സ്വസ്ഥമാക്കുന്നതിന് വേണ്ടി ഭഗവാന്റെ ചതുർഭുജ നാരായണ രൂപം കാണിച്ചു തരണമെന്ന് അടുത്ത ശ്ലോകത്തിൽ അർജുനൻ ആവശ്യപ്പെടുന്നുണ്ട്. ആ നാരായണ രൂപത്തിനെ കുറിച്ച് പറയുന്നു. വിശ്വരൂപം താൽക്കാലികമാണെന്ന് പറഞ്ഞു. നാരായണ രൂപം സ്ഥിരമായിട്ടുള്ള ഭഗവാന്റെ അതീന്ദ്രിയ രൂപമാണ്, ദിവ്യമായിട്ടുള്ള രൂപമാണ് എന്ന് പറയും. ആത്മീയ ലോകത്ത് വൈകുണ്ഠ ആകാശത്തിൽ അനേകം കോടി, എണ്ണമില്ലാത്ത അത്രയും വൈകുണ്ഠ ലോകങ്ങളുണ്ട് എന്ന് പറയും. ഈ വിശ്വപ്രപഞ്ചത്തിന്റെ, ഭൗതിക പ്രപഞ്ചത്തിന്റെ അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. ഈ മുഴുവൻ ജഗത്തും വിശ്വപ്രപഞ്ചവും കാൽഭാഗമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഭഗവാന്റെ സൃഷ്ടിയുടെ കാൽഭാഗം മാത്രമാണ് ഈ വിശ്വപ്രപഞ്ചം, നമ്മൾ കാണുന്ന ഭൗതിക ലോകമുള്ളത്, ജഗത്ത്. ഏകാംശേന സ്ഥിതോ ജഗത്ത് എന്ന വിഭൂതി യോഗത്തിന്റെ അവസാനം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായി. ഏകപാത് വിഭൂതി എന്ന് അതിനെ പറയും. ഈ ഭൗതിക ലോകത്തിനെ, ഭൗതിക സൃഷ്ടിയെ കാൽഭാഗമേ ഉള്ളൂ. ആത്മീയ ലോകത്തിനെയാണ് ത്രിപാദ് വിഭൂതി എന്ന് പറയുന്നത്. മുക്കാൽ ഭാഗവും അവിടെയാണുള്ളത്. അപ്പോൾ ആ ആത്മീയ പ്രപഞ്ചത്തിൽ നിറച്ചും വൈകുണ്ഠ ലോകങ്ങളാണ്, വ്യത്യസ്തമായിട്ടുള്ള വൈകുണ്ഠ ലോകങ്ങൾ. അതിൽ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ഐശ്വര്യങ്ങൾ ഭഗവാൻ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഭഗവാന്റെ സൗന്ദര്യം, ഭഗവാന്റെ ജ്ഞാനം, ഭഗവാന്റെ സമ്പത്ത്, ഭഗവാന്റെ ശക്തി, ഭഗവാന്റെ വൈരാഗ്യം, ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഭഗവാന്റെ ഐശ്വര്യങ്ങൾ ആ വൈകുണ്ഠ ലോകത്തിൽ ഭഗവാൻ വ്യത്യസ്ത രൂപങ്ങളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ആ ഓരോ രൂപത്തിനും ഓരോ പേരുകളുണ്ട് എന്നാണ് ഇവിടെ ശ്രീല പ്രഭാകരൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. എല്ലാം ചതുർഭുജ നാരായണ രൂപങ്ങളാണെങ്കിലും ആ ചതുർഭുജ നാരായണ രൂപങ്ങളിൽ ഓരോ കൈകളിലും ഏന്തിയിട്ടുള്ള ശംഖചക്ര ഗദാപത്മങ്ങളുടെ ആ ഒരു ക്രമമനുസരിച്ച് ഓരോ നാരായണ രൂപത്തിനും ഓരോ പ്രത്യേക പേരുകളുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ശംഖചക്രങ്ങളുടെ ക്രമം മാറുന്നതിനനുസരിച്ച്, അതായത് ഏത് കൈയിലാണ് ശംഖമുള്ളത്, വലത്തുഭാഗത്ത് രണ്ട് കൈകളുണ്ട്. വലത്തുഭാഗത്ത് ഉയർന്ന കൈയും താഴ്ന്ന കൈയും, ഇടതുഭാഗത്തും ഉയർന്ന കൈയും താഴ്ന്ന കൈയും. ഇതിൽ ഏതേത് കൈകളിലാണ് ശംഖചക്ര ഗദാപത്മങ്ങൾ ഏന്തിയിട്ടുള്ളത് അതിനനുസരിച്ച് ഭഗവാന്റെ നാരായണ രൂപത്തിന് വ്യത്യസ്തമായിട്ടുള്ള പേരുകളുണ്ട്. ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള പേരുകൾക്ക് ഓരോ നാരായണ രൂപങ്ങളുമുണ്ട്. നമ്മൾ ഭഗവാന് വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ പറയുന്നു. കേശവൻ, ഋഷികേശൻ, ജനാർദ്ദൻ, നാരായണൻ എന്നൊക്കെ പറഞ്ഞ് ഭഗവാന്റെ ഓരോ പേര് പറയുമ്പോഴും ഭഗവാൻ ഓരോരോ നാരായണ രൂപങ്ങളുമുണ്ട്. അത് ശംഖചക്ര ഗദാപത്മങ്ങളുടെ ക്രമം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ നാരായണാകൃതി കാണിച്ചു തരണം എന്നാണ് ഇവിടെ അർജുനൻ അടുത്ത ശ്ലോകത്തിൽ ആവശ്യപ്പെടുന്നത്. 46-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, കിരീടിനം ഗതിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദ്രഷ്ടുമഹം തഥൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ. 46-ാമത്തെ ശ്ലോകം വിവർത്തനം ഭവാർത്ഥം വായിച്ചോളൂ. ഹരേഷ്ണ പ്രഭു, ഞാൻ വായിച്ചോട്ടെ. ദിവ്യമാതാജി വായിച്ചോ. കിരീടിനം ഗതിനം ചക്രഹസ്തം ഇച്ഛാമി താം ദൃഷ്ടുമഹം തദൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ. ഹേ സഹസ്രബാഹുവായ വിശ്വരൂപ, 4 കൈകളും ശിരസിൽ കിരീടവും കൈകളിൽ ശംഖുചക്ര ഗദാപത്മങ്ങളുമുള്ള അങ്ങയുടെ ആ രൂപം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭഗവാൻ അത് കാണിച്ചു തരേണമേ. ഭാവാർത്ഥം: രാമാദിമൂർത്തിഷു കലാനിയമേന തിഷ്ടൻ എന്ന് ബ്രഹ്മസംഹിത 5:39. ഭഗവാൻ 100,000 ശാശ്വത രൂപങ്ങളിൽ വർത്തിച്ചരുളുന്നു. അവയിൽ പ്രാധാന്യമുള്ളവയത്രേ രാമൻ, നരസിംഹം, നാരായണൻ മുതലായ അസംഖ്യം രൂപങ്ങൾ. എന്നാൽ താൽക്കാലിക വിശ്വരൂപത്തെ കൈക്കൊണ്ട ആദി പുരുഷനാണ് കൃഷ്ണനെന്ന് അർജുനന് അറിയാം. ആത്മീയമായ നാരായണ രൂപം കാണിക്കണമെന്ന് ഇപ്പോൾ അർജുനൻ അപേക്ഷിക്കുന്നു. കൃഷ്ണൻ ആദ്യനായ പരമപുരുഷനാണെന്നും മറ്റെല്ലാ മൂർത്തികളും അദ്ദേഹത്തിൽ നിന്ന് ഉത്ഭവിച്ചവയാണെന്നുമുള്ള ഭാഗവത സിദ്ധാന്തത്തെ ഈ ശ്ലോകം സംശയാതീതമായി സ്ഥിരീകരിക്കുന്നുണ്ട്. തന്റെ സമഗ്രമായ ആവിർഭാവങ്ങളിൽ നിന്ന് ഭിന്നനല്ല കൃഷ്ണൻ.
എണ്ണമറ്റ ആ രൂപങ്ങളിൽ ഏതെടുത്താലും അദ്ദേഹം ഈശ്വരനായി തന്നെ വാഴുന്നു. ഈ എല്ലാ രൂപങ്ങളിലും അദ്ദേഹം നവയൗവനുക്തനായി വർത്തിക്കുന്നു. അതത്രേ പരമദിവ്യോത്തമ പുരുഷന്റെ സനാതന ഭാവം. കൃഷ്ണന്റെ യാഥാർത്ഥ്യം അറിഞ്ഞവർ ഉടനെ തന്നെ ഭൗതിക ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തരാവും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ദിവ്യമാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാന്റെ ഏത് രൂപമാണ് അർജുനൻ കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് അർജുനൻ പറയുന്നുണ്ട്. കിരീടിനം ഗദിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദ്രഷ്ടുമഹം തഥൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തെ. ഇപ്പോൾ ആയിരക്കണക്കിന് കൈകളോട് കൂടിയിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. ആയിരക്കണക്കിന് കൈകൾ, ആയിരക്കണക്കിന് മുഖങ്ങൾ, ആയിരക്കണക്കിന് ശരീരം, ഇങ്ങനെയാണ് ഭഗവാൻ നിൽക്കുന്നത്. ആ രൂപത്തിൽ തനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങ് എനിക്ക് ഇപ്പോൾ കാണിച്ചു തരേണ്ടത് തേനൈവ രൂപേണ ചതുർഭുജേന, ചതുർഭുജ രൂപത്തിലുള്ള നാരായണ രൂപമാണ്. കിരീടിനം ഗദിനം ചക്രഹസ്തം, സ്വർണം കിരീടം ചൂടി ശംഖചക്ര ഗദാപത്മങ്ങൾ ഏന്തിയിട്ടുള്ള ആ നാരായണ രൂപമാണ് തനിക്കിപ്പോൾ കാണാൻ താല്പര്യം എന്ന് അർജുനൻ പറയുന്നു. അപ്പൊ ഇതിൽ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, എല്ലാ രൂപങ്ങളും ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നതാണ്. രാമാതിമൂർത്തിഷു കലാനിയമേന തിഷ്ഠൻ നാനാവതാരം അകരോത് ഭുവനേഷു ഹിന്ദു കൃഷ്ണ സ്വയം സമഭവത് പരമമാണ്യോ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി എന്ന് ബ്രഹ്മസംഹിതയിൽ പറയുന്നത്. ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള അവതാരങ്ങൾ, മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം എന്ന് പറഞ്ഞിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള എല്ലാ അവതാരങ്ങളും ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ ഭഗവാൻ ആദിപുരുഷനാണ്, ആദിനാരായണനാണ് ഭഗവാൻ എന്ന് അർജുനന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഏത് രൂപം കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും കൃഷ്ണന്, ഭഗവാൻ ശ്രീകൃഷ്ണന് വളരെ എളുപ്പത്തിൽ കാണിക്കാൻ സാധിക്കും. അതറിയുന്നത് കൊണ്ടാണ് അർജുനൻ ചോദിച്ചത്. ഭഗവാൻ ആദിനാരായണനാണ്. ആദിനാരായണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരായണ രൂപത്തിന്റെയും ആദിയാണ്, ഉറവിടമാണ് ഭഗവാൻ. അത് നേരത്തെ തന്നെ അർജുനൻ പറയുന്നുണ്ട്. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം. ആദിദേവമാണ്, എല്ലാ ദേവരൂപങ്ങളുടെയും ഉറവിടമാണ്, എല്ലാ അവതാരങ്ങളുടെയും ഉറവിടമാണ് ഭഗവാൻ എന്ന് അർജുനൻ അറിയുന്നത് കൊണ്ടാണ് അർജുനൻ ആ നാരായണ രൂപം കാണിച്ചു തരണം എന്ന് നാരായണനായിട്ടുള്ള ഭഗവാനോട് പറയുന്നത്. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാ അവതാരങ്ങളുടെയും ഉറവിടം എന്ന് ബ്രഹ്മസംഹിതയിൽ പറയുന്നതാണ് നമ്മളിപ്പോൾ വായിച്ചത്. അതേപോലെ ശ്രീമദ് ഭാഗവതത്തിലും പറയുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രീല പ്രഭുപാദർ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. കൃഷ്ണൻ ആദ്യനായ പരമപുരുഷനാണെന്നും മറ്റെല്ലാ മൂർത്തികളും അദ്ദേഹത്തിൽ നിന്ന് ഉത്ഭവിച്ചവയാണെന്നുമുള്ള ഭാഗവത സിദ്ധാന്തത്തെ ഈ ശ്ലോകം സംശയാതീതമായി സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പൊ ഭാഗവതം നമ്മൾ വായിക്കുന്ന സമയത്തും അവിടെ 1-ാമത്തെ സ്കന്ധത്തിൽ തന്നെ 3-ാമത്തെ അധ്യായത്തിൽ കൃഷ്ണൻ സർവ അവതാരങ്ങളുടെയും സ്രോതസ് എന്ന് പറഞ്ഞിട്ടുള്ള 3-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാ അവതാരങ്ങളുടെയും ഉറവിടം. ഭഗവാൻ അവതാരമല്ല, ഭഗവാൻ എല്ലാ അവതാരങ്ങളുടെയും ഉറവിടമാണ്. കൃഷ്ണനാണെങ്കിൽ സ്വയം ഭഗവാനാണ്. ഭഗവാൻ ഒരു അവതാരം എടുത്ത് വന്നതല്ല, സ്വയം ഭഗവാൻ ഇങ്ങോട്ട് വന്നതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പ്രത്യേകം ഭാഗവതത്തിൽ എടുത്തു പറയുന്നത് അല്ലെ. ആ ശ്ലോകം നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ് അല്ലെ, അറിയാമോ? അതാണോ പ്രഭുജി? അതെ, യഥേച്ഛാംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാദി വ്യാകുലം ലോകം ഹൃദയന്തി യുഗേ യുഗേ എന്നവിടെ പറയുന്നുണ്ട്. യഥേച്ഛാംശകല പുംസ, ബാക്കിയുള്ളതൊക്കെ എന്താകാം? ഭഗവാന്റെ നേരിട്ടുള്ള വിസ്തരണമോ അല്ലെങ്കിൽ വിസ്തരണത്തിന്റെ വിസ്തരണത്തിനെയാണ് കല എന്ന് പറയുന്നത്. നേരിട്ടുള്ള വിസ്തരണത്തിനെയാണ് അംശം എന്ന് പറയുന്നത്.
അപ്പോൾ ഒന്നുകിൽ അംശമാകാം അല്ലെങ്കിൽ കലയാകാം. ഏതേച്ച അംശ കല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാണ്? സ്വയം ഭഗവാനാണ് എന്നെടുത്ത് പറയുന്നുണ്ട്. അവിടെ 22 ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് വീണ്ടും വ്യാസദേവൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു സാധാരണ അവതാരമല്ല എന്നുള്ള കാര്യം എടുത്തു പറയുന്നത്. സ്വയം ഭഗവാനാണ് ശ്രീകൃഷ്ണൻ എന്നുള്ള കാര്യം. ഭാഗവതം വായിക്കുന്നവര്, ഭാഗവതം കേൾക്കുന്നവര് ഈ കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം കൃഷ്ണതത്വമാണ് ഭാഗവതത്തിൽ വിവരിക്കുന്നത്. കൃഷ്ണകഥയാണ് ഭാഗവതം. അവിടെ പ്രത്യേകം വ്യാസദേവൻ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി എടുത്തു പറയുന്നുണ്ട്. എല്ലാ രൂപങ്ങളിലും അദ്ദേഹം യൗവനയുക്തനായി വർത്തിക്കുന്നു. അതത്രേ പരമദിവ്യോത്തമ പുരുഷന്റെ സനാതനഭാവം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ആദി പുരുഷനാണ്. ഗോവിന്ദം ആദിപുരുഷ. ആദ്യം പുരാണ പുരുഷം നവയൗവനം ച എന്ന് പറയുന്നത് ആദ്യത്തെ വ്യക്തിയാണ് ഭഗവാൻ. അതുകൊണ്ട് ഏറ്റവും പുരാണനായിട്ടുള്ള വ്യക്തിയുമാണ് ഭഗവാൻ. ഏറ്റവും പ്രായമുള്ള വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്, ഏറ്റവും പ്രായമായിട്ടുള്ള വ്യക്തി. പക്ഷേ ഭഗവാന്റെ രൂപം എങ്ങനെയാണ്? ആദ്യം പുരാണ പുരുഷം നവയൗവനം ച. ഭഗവാൻ ഒരിക്കലും പ്രായമാകുന്നുമില്ല. ഭഗവാൻ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന സമയത്ത് ഭഗവാന് 100-ലധികം വയസ്സുണ്ട്, അല്ലെങ്കിൽ 100-നോടടുത്തുള്ള വയസ്സുണ്ട്. പക്ഷേ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ഒരു 16 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് ആ പ്രായം മാത്രമേ തോന്നുകയുള്ളൂ. നവയൗവനമാണ് ഭഗവാന്റെ ശരീരത്തിനുള്ളത്. അതുകൊണ്ട് ഭഗവാന്റെ ശരീരം സച്ചിദാനന്ദമാണ് എന്ന് പറയും. ഭഗവാന്റെ ശരീരം പൂർണ്ണമായിട്ടും ആത്മീയമാണ്. ബ്രഹ്മാവ് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനോട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് അർജുനന് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഭഗവാനിൽ നിന്ന് തന്നെയാണ് നാരായണ രൂപം വരുന്നത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അർജുനൻ ആ നാരായണ രൂപം കാണിക്കണമെന്ന് പറഞ്ഞത്. ചതുർഭുജമായിട്ടുള്ള നാരായണ രൂപം കാണിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. കൃഷ്ണന്റെ യാഥാർത്ഥ്യം അറിഞ്ഞവർ ഉടനെ തന്നെ ഭൗതിക ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തരാകും. അപ്പൊ ഭഗവാനെ കുറിച്ച് മറന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മായയിൽ പെട്ടുകിടക്കുന്നത്, അല്ലെങ്കിൽ അജ്ഞാനത്തിൽ പെട്ട് ഈ ഭൗതിക ലോകത്തിൽ ഇരിക്കുന്നത്. ഭഗവാനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് മുക്തി ലഭിക്കുകയുള്ളൂ. ഭഗവാനെ കുറിച്ച് അറിയാതെ ലഭിക്കുന്ന മുക്തി പൂർണ്ണമല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അഥവാ മുക്തി ലഭിച്ചാലും നമ്മൾ വീണ്ടും തിരിച്ച് വരേണ്ടി വരും. ഭഗവാനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്ന് 4-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ജന്മകർമ്മച്ചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മനേതി മാമേതി സോർജുന. ഭഗവാനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ, ഭഗവാനെ കുറിച്ചുള്ള സത്യം, ഭഗവാനാണ് പരമപുരുഷൻ, ഭഗവാന്റെ ശരീരത്തിൽ നിന്നാണ് എല്ലാ അവതാരങ്ങളും വരുന്നത്, ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് എല്ലാ പ്രകൃതി പ്രവർത്തനങ്ങളും നടക്കുന്നത്, എല്ലാ യജ്ഞങ്ങളും ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്, എല്ലാ ലോകവും ഭഗവാന്റെ ഉടമസ്ഥതയിലുള്ളതാണ്, എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ സുഹൃത്തുക്കളാണ്, ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്തുമാണ് എന്നുള്ള സത്യം യഥാർത്ഥത്തിൽ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഒരു ജീവാത്മാവിന് മുക്തി കിട്ടാത്തത്. ഭഗവാനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ജന്മത്തിൽ തന്നെ മുക്തി കിട്ടി തിരിച്ചു പോകാം. ഭഗവാനെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ തപസ്സും ജ്ഞാനവും ചെയ്ത് ജ്ഞാനവും നേടി ഒരുപാട് ജന്മങ്ങൾ അലയേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഭൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം അവസാനമാണ് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. എന്താണ് മനസ്സിലാക്കുന്നത്? ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി. ഭഗവാൻ വാസുദേവൻ, ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാം എന്ന് മനസ്സിലാക്കും. സ മഹാത്മാ സുദുർലഭ. അങ്ങനെയുള്ള മഹാത്മാക്കൾ വളരെ ദുർലഭമാണ്. ഭഗവാനെ കുറിച്ചുള്ള രഹസ്യം മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികൾ വളരെ സുദുർലഭമാണ് എന്ന് പറയും. അങ്ങനെയുള്ള ഒരു സുദുർലഭ മഹാത്മാവാണ് ശ്രീലപ്രഭുപാദർ. ആ ശ്രീലപ്രഭുപാദർ രചിച്ചിട്ടുള്ള
ഭഗവത്ഗീത വിവർത്തനവും ഭാവാർത്ഥവും വായിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്കും കുറച്ചൊക്കെ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ശ്രീല പ്രഭുപാദരുടെ കാരുണ്യമാണ്, അല്ലെ? ശ്രീല പ്രഭുപാദർ ഇത് എഴുതുമ്പോൾ തന്നെ ചിന്തിക്കുന്നത് എന്റെ പുസ്തകങ്ങൾ വായിക്കുന്നവർക്കും ഭഗവാന്റെ ഭക്തി ലഭിക്കണം എന്നുള്ള ആ കാരുണ്യം കൊണ്ടാണ് ശ്രീല പ്രഭുപാദര പുസ്തകങ്ങളൊക്കെ രചിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദരുടെ പുസ്തകങ്ങൾ വായിച്ച് അനേകം ലക്ഷം ആളുകൾ ലോകത്തില് ഭക്തന്മാരായിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരെയും മുക്തരാക്കണം എന്നാണ് ശ്രീല പ്രഭുപാദരുടെ ഉദ്ദേശം. അതിന്റെ രഹസ്യം ശ്രീല പ്രഭുപാദർക്ക് അറിയാം. എന്താണ് രഹസ്യം? കൃഷ്ണന്റെ യാഥാർത്ഥ്യം അറിഞ്ഞവർ ഉടനെ തന്നെ ഭൗതിക ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തരാണ്. കാരണം എന്താണ്? കൃഷ്ണ സൂര്യസമ മായാഹി അന്ധകാരം. കൃഷ്ണൻ സൂര്യനെ പോലെ എല്ലാവരുടെയും അജ്ഞാനത്തിനെ ഇല്ലാതാക്കുന്നതാണ്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുട്ടില്ല. അതുപോലെ കൃഷ്ണഭക്തനായി കഴിഞ്ഞാൽ പിന്നെ അവിടെ അജ്ഞാനമില്ല. കൃഷ്ണഭക്തൻ ഒരിക്കലും അജ്ഞാനിയായിരിക്കാൻ സാധിക്കുകയില്ല. കൃഷ്ണനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിന്റെ എല്ലാവിധ കുടുക്കുകളിൽ നിന്നും രക്ഷപ്പെടും എന്ന് പറയും. അത് വ്യത്യസ്ത രീതിയിൽ നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ്, അല്ലെ? ദേവി ഹേഷ ഗുണമയി മമമായ ദുരത്യയ മാമേവയെ പ്രപദ്യന്തേ മായാമേതാം തരത്തിതെ. മായയെ തരണം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഭഗവാനെ ശരണം പ്രാപിക്കണം. ഭഗവാനെ തുടർച്ചയായി ഭക്തി ചെയ്യുന്നതോടുകൂടി ഈ ഭൗതിക ലോകത്തിലെ ഗുണങ്ങളിൽ നിന്ന് രക്ഷപ്പെടും എന്നും പറയുന്നത്. മാംസയോ അഭിവിചാരേണ ഭക്തിയോഗേന സേവതേ സ ഗുണാൻ സമതീത്യേതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഭഗവാന് തുടർച്ചയായിട്ട് ഭക്തി ചെയ്യുന്നതോടുകൂടി ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു വ്യക്തി മുക്തനായിട്ട് മാറും. വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ ഭക്തി മാത്രം ചെയ്താൽ മതി, അല്ലെ? എല്ലാ ആചാര്യന്മാരും അത് തന്നെയാണ് പറയുന്നത്. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ എന്ന ശങ്കരാചാര്യന്മാർ. വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നഹി നഹി രക്ഷതി ദുകൃഞ്ഞു കരണം. ഈ വ്യാകരണം പഠിച്ചതും കൊണ്ടൊന്നും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പ്രയാസപ്പെട്ടത് കൊണ്ടൊന്നും നമ്മൾക്ക് ഈ ഭൗതികമായിട്ടുള്ള ദുഃഖത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുകയില്ല. ഭഗവാനെ ഭജിക്കണം. ഭഗവാനെ ഭജിക്കാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ദുരിതം. ഭഗവാനെ ഭജിക്കാത്തതാണ് നമ്മൾ ചെയ്യുന്ന തെറ്റ്. അത് ചെയ്യണമെന്നാണ് എല്ലാ ആചാര്യന്മാരും വന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. ചൈതന്യ മഹാപ്രഭു വന്നപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്. കീർത്തനീയ സദാഹരി. ഭഗവാനെ എപ്പോഴും ധ്യാനിക്കുക, അല്ല ഭഗവാൻ എപ്പോഴും ഭഗവാന്റെ നാമം എപ്പോഴും കീർത്തിക്കുക. അതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുള്ളത്. തൃണാദപി സുനീചേന തരോരപി സഹിഷ്ണുന അമാനിന മാനദേന കീർത്തനീയ സദാഹരി. എപ്പോഴും ഭഗവാനെ കുറിച്ച് സംസാരിക്കുക, എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കുക, എപ്പോഴും ഭഗവാനെ കുറിച്ച് കേൾക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാവിധ ദുരിതങ്ങളും ഇല്ലാതാകും എന്ന് ആദ്യത്തിൽ ശിക്ഷാഷ്ടകത്തിന്റെ ആദ്യം തന്നെ ഭഗവാൻ പറയുന്നു. ചേതോദർപ്പണമാർജനം ഭവമഹാദാവാഗ്നി നിർവാപണം. ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാവരും വലിയ ദുഃഖമാണ് അനുഭവിക്കുന്നത്. ആ ദുഃഖം എല്ലാം എങ്ങനെ ഇല്ലാതാക്കാം? ഭഗവാന്റെ പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം, ഭഗവാന്റെ നാമജപത്തിലൂടെ നാമസങ്കീർത്തനത്തിലൂടെ ഇല്ലാതാക്കാം എന്നവിടെ പറയുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യമാണ് ഇവിടെ ശീലപ്രഭാകരൻ നമുക്ക് പറഞ്ഞു തരുന്നത്. കൃഷ്ണന്റെ യാഥാർത്ഥ്യം അറിഞ്ഞവർ ഉടനെ തന്നെ ഭൗതിക ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തരാകും. മുക്തരാകുന്നതിന് വലിയ വലിയ കഠിന തപസ്സുകളോ അല്ലെങ്കിൽ യജ്ഞങ്ങളോ അല്ലെങ്കിൽ വേദപഠനമോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, യെസ്. ബാക്കി നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഇപ്പോൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ശ്ലോകം വായിക്കാം.